പാലക്കാടൻ രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തമാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ഇത് രണ്ടാമത്തെ കറിയാണ് ഓണത്തിൻ്റെ. എൻ്റെ ഒരു ചെറിയ കുഞ്ഞു ഗാർഡനാണ്. പൂക്കളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. മഴ കൊണ്ടപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി. ഇന്ന് ഞാനിവിടെ അത്തം പ്രമാണിച്ചിട്ട് ഓണത്തിൻ്റെ ഒരു കറിയായ മത്തൻ എലിശ്ശേരിയാണ് വയ്ക്കാൻ പോകുന്നത്. എല്ലാ കഷ്ണവും റെഡി ആയിട്ടുണ്ട്. ഒരു പിടി തേങ്ങയാണ് അതിനാവശ്യം. പിന്നെ ശർക്കര, കടുക് താളിക്കാൻ ഒരു ചെറിയ ഉള്ളി 3 എണ്ണം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്രയേ വേണ്ടൂ ഇതിന്. ഞാനത് കുക്കറിൽ വെക്കാറുണ്ട് പെട്ടെന്നാവാൻ. 2 വിസിൽ മതി. മത്തൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ. ഇതാ 1/4 സ്പൂൺ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ മുളക് പൊടി 1/2 സ്പൂണിൽ പാതിയേ ഇടുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഈ മത്തൻ എലിശ്ശേരിയിൽ എരിവ് പാടില്ല. നമ്മൾ കഴിക്കുമ്പോൾ മധുരമായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം ഞാനൊരു തുണ്ട് ശർക്കര ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളവും. 2 വിസിൽ വന്നാൽ മതി. മത്തൻ വേകട്ടെ. അത് വെന്ത് വരുമ്പോഴേക്ക് തേങ്ങ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാനാണ്. അതിലൊന്നും ചേർക്കണ്ട, വെറുതെ ഒന്ന് ഒരടി അടിച്ചിട്ട് വരാം. ഇതാ തേങ്ങ പൊടിച്ചെടുത്തു. കടുക് താളിക്കാനുള്ള ഉള്ളി ഒന്ന് ചതച്ചെടുക്കട്ടെ. ഇതാ നമ്മുടെ മത്തനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനെന്താ സ്പൂണ് കിടക്കുന്നതെന്ന് വിചാരിക്കും നിങ്ങൾ. ഞാനത് ഇങ്ങനെ വിസിലിലൂടെ വെള്ളം വെളിയിലേക്ക് ചീറ്റാതിരിക്കാൻ ഇട്ടതാണ്. ഇതാ നമ്മുടെ സ്പൂണ് കൊണ്ടേ ഉടയ്ക്കാവുന്ന അത്രയും വെന്ത് കഴിഞ്ഞു. 2 വിസിൽ തന്നെയാണ് ഇട്ടത്. നന്നായി ഒന്ന് ഉടച്ചിട്ട് എല്ലാം ഒന്ന് നന്നായി ഉടയ്ക്കട്ടെ. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് കടുക് താളിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഇതാ 1/2 സ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് വണക്കുന്നത്. വലിയ ഉള്ളി ഇട്ടാൽ അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. വറമുളകും കൂടി ഒരു 3 പീസ് ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില. ഇത് നന്നായി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ പൊടിച്ച് വെച്ചതും കൂടി ചേർക്കാം. തേങ്ങ നന്നായി ഒന്ന് വണങ്ങി വന്നു. അപ്പോൾ അത് മത്തനും കൂടി ചേർത്ത് നന്നായി മത്തനൊന്ന് മിക്സ് ചെയ്ത ശേഷം എളുപ്പമുള്ള ഒരു കറിയാണ് മത്തൻ എലിശ്ശേരി വയ്ക്കാൻ. നിങ്ങളെല്ലാവരും മത്തൻ എലിശ്ശേരി ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.